ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ നമ്മുടെ പ്ലാറ്റൂവിൻ്റെ റീജിയൻ പ്ലാറ്റൂസിൻ്റെ റീജിയണിൽ കാണുന്ന പിന്നെ അവിടുത്തെ ആ സ്റ്റേറ്റുകളും ആ സ്റ്റേറ്റുകളിലെ പിന്നെ ആൾക്കാരുടെ ഡ്രസ്സ്, ഓക്യുപ്പേഷൻ, ഫുഡ്, ഫെസ്റ്റിവൽസ് ഒക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ലാസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞു ഫോക്ക് ലോർ ഇൻ മഹാരാഷ്ട്ര ഈസ് നോൺ എസ് തമാശ. അതായത് ഈ തമാശ എന്ന് പറയുന്നത് അവിടുത്തെ ഫോക്ക് ഡാൻസാണ്, അവിടുത്തെ ഒരു ഡാൻസാണ് ഈ തമാശ. പിന്നെ അവിടുത്തെ ആ ഫോക്ക് ഡാൻസ് കളിക്കുന്ന തിയേറ്ററില്ലേ, അത് കളിക്കുന്ന തിയേറ്ററിനും തമാശ എന്ന് പറയും. അപ്പോൾ ഈ അവിടുത്തെ ഈ തമാശ, മഹാരാഷ്ട്രയിലത്തെ ആ തമാശ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ് ഇതൊക്കെ വളരെ ഫേമസ് ആണ്. ജസ്റ്റ് അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട്, അപ്പോൾ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ പ്ലാറ്റൂസിനെ. ആ സെക്ഷനായിട്ട് തിരിച്ചിട്ട് ആ സെക്ഷനിലുള്ള ആളുകളും അവിടുത്തെ സ്റ്റേറ്റുകൾ, അതായത് പ്ലാറ്റൂവിൻ്റെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ സ്റ്റേറ്റുകളുണ്ട്, അവിടെയൊക്കെ സ്റ്റേറ്റുകളാണ്. അപ്പോൾ ആ പ്ലാറ്റൂവിൻ്റെ ഭാഗത്തുള്ള സ്റ്റേറ്റുകൾ ആ പ്ലാറ്റൂവിനെ എങ്ങനെ ഓരോ നോർത്ത് വെസ്റ്റേൺ പാർട്ട്, നോർത്ത് ഈസ്റ്റേൺ പാർട്ട് അങ്ങനെ തിരിച്ചിട്ട് അതിൽ കാണുന്ന ആൾക്കാരും അവിടുത്തെ സ്റ്റേറ്റുകൾ, ഫുഡ്, അവരുടെ ഓക്യുപ്പേഷൻ, കൃഷി, അങ്ങനത്തെ അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ ഓരോ പാരഗ്രാഫിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളും സെൻറ്റൻസുകളും മാത്രം നമ്മൾ പഠിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റേൺ പാർട്ടാണ്. ദിസ് പാർട്ട് ഓഫ് പെനിൻസുലാർ പ്ലാറ്റൂ ഇൻക്ലൂഡ്സ് ഛത്തീസ്ഗഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ എന്നൊക്കെ പറയാം, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റുകളാണ് ഇവിടെ ഉള്ളത്, ഈ ഭാഗത്തുള്ളത്. ഓക്യുപ്പേഷൻ, ജോലി നോക്കാം അവിടുത്തെ ആൾക്കാരുടെ. ദ റീജിയൻ ഈസ് എ ഫെർട്ടൈൽ ബേസിൻ ഓഫ് റിവർ മഹാനദി. ദസ് ഫാമിംഗ് ഈസ് ദ മെയിൻ ഓക്യുപ്പേഷൻ. അവിടുത്തെ മെയിൻ ഓക്യുപ്പേഷൻ ഫാമിംഗ് ആണ്. ഫാമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി. അതായത് ഈ മഹാനദി ഒഴുക്കിക്കൊണ്ടുവരുന്ന നല്ല നല്ല മണ്ണൊക്കെ അവിടെ നിറഞ്ഞിട്ട് നല്ല ഫെർട്ടൈലായിട്ടുള്ള ബേസിനാണ്. ബേസിൻ സമതലം, അതായത് ഈ മഹാനദി എന്ന് പറയുന്ന റിവർ ഒഴുക്കി കൊണ്ടുവരുന്ന ആ മണ്ണൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രദേശം, ബേസിൻ, ഒരു സമതലമാണ് ഈ റീജിയൻ, ഈ നോർത്ത് ഈസ്റ്റേൺ പാർട്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫാമിംഗ് ആണ് അവിടുത്തെ മെയിൻ ഓക്യുപ്പേഷൻ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, മെയിൻ പോയിൻറ്റ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇറ്റ് ഈസ് കോൾഡ് ദ റൈസ് ബൗൾ ഓഫ് ഇന്ത്യ. ഈ ഭാഗം, ഈ പ്ലാറ്റൂവിൻ്റെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് റൈസ് ബൗൾ എന്നാണ് പറയുക. അതായത് ഇന്ത്യയുടെ ഭക്ഷണക്കിണ്ണം എന്ന് പറയും, അരിക്കിണ്ണം എന്നൊക്കെ പറയും. കാരണം ഇവിടെ അതായത് ഈ മഹാനദി, ഈ നദികളൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വരുമ്പോൾ അവരുടെ അടിയിലുള്ള ഈ മണ്ണൊക്കെ അങ്ങനെ അവർ ഏത് ഭാഗത്തുനിന്ന് ഒഴുകി വരുന്നു അവിടെ നിന്നുള്ള മണ്ണൊക്കെ ഇങ്ങനെ വന്ന് ഓരോ ഭാഗത്ത് നിക്ഷേപിച്ചിട്ട് പോകും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന മണ്ണിൽ ഈ കൃഷിയൊക്കെ ഇങ്ങനെ തഴച്ചു വളരും. അതുകൊണ്ട് തന്നെ ഈ പിന്നെ റിവേഴ്സ് ഒഴുക്കിക്കൊണ്ടുവരുന്ന മണ്ണടിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളെ ഫെർട്ടൈൽ ബേസിൻ എന്നാണ് പറയുക. ഫലഭൂയിഷ്ടമായ സമതലങ്ങൾ എന്ന് പറയും. ഇവരുടെ ഈ റിവേഴ്സ് ഒലിപ്പിച്ച് കൊണ്ടുവരുന്ന മണ്ണടങ്ങിയിട്ടുള്ള സ്ഥലത്തിന് അവർ പോകുമ്പോൾ അവൻ്റെ ഈ റിവേഴ്സ് പോകുമ്പോൾ അതിൻ്റെ സൈഡിലും അവർ അവസാനം എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മണ്ണ് നിക്ഷേപിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയനെ ഫെർട്ടൈൽ ബേസിൻ എന്നാണ് പറയുക. അങ്ങനത്തെ ഒരു ഫെർട്ടൈൽ ബേസിനാണ് ഈ നോർത്ത് ഈസ്റ്റേൺ പാർട്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ കൃഷികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തിൻ്റെ റൈസ് ബൗൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പിന്നെ റൈസൊക്കെ വിളയിക്കുന്ന ആ ഒരു വലിയൊരു ബൗൾ, ഒരു വലിയൊരു സ്ഥലമായിട്ട് പിന്നെ അതിനെ അറിയപ്പെടുന്നു. അപ്പോൾ ഏതാണ് റൈസ് ബൗൾ ഓഫ് ഇന്ത്യ? ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ പ്ലാറ്റൂ. Because rice grows in plenty here. Odisha is famous for its ടെക്സ്റ്റൈൽ വീവിങ് ആൻഡ് സിൽവർ വർക്ക്. ഇപ്പോൾ ഈ ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഈ ഭാഗത്താണല്ലോ, അത് ടെക്സ്റ്റൈൽ, തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽ വീവിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിത്തരങ്ങളുടെ തുണികൾ. പിന്നെ സിൽവർ വർക്ക്, സിൽവർ അറിയാം, വെള്ളി, ഇതിനൊക്കെ പേര് കേട്ട് ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. റൈസ് ആൻഡ് ജൂട്ട് ആർ ദ മെയിൻ ക്രോപ്സ്. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ഈസ് റിച്ച് ഇൻ മിനറൽസ് ലൈക്ക് കോൾ, അയൺ ഓർ ആൻഡ് മാംഗനീസ്. Then food. People of this region mostly eat rice, pulses and vegetables. Dress, dhoti kurta is the common dress of women. The common dress of men. Women wear sarees. ഇതൊക്കെ ജസ്റ്റ് വായിച്ചോളൂ കേട്ടോ. അതിന് സെൻട്രൽ പാർട്ട്, ഇതൊക്കെ ഓരോ പാർട്ട് ഈ പ്ലാറ്റൂവിനെ ജീവിതശൈലി അനുസരിച്ചിട്ട്, ആൾക്കാരുടെ ജീവിതശൈലി അനുസരിച്ചിട്ട് ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ പാർട്ട്
The central part of the Peninsular Plateau includes the states of Madhya Pradesh. മധ്യപ്രദേശ് ഉൾക്കൊള്ളുന്ന ഭാഗമാണ് പ്ലാറ്റു. അത് പ്ലാറ്റുവിൻ്റെ ഭാഗത്താണ് ഈ മധ്യപ്രദേശ്. ആ ഭാഗത്തെയാണ് ഈ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ കോൾഡ് ദ ഹാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഹാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. നടുവിൽ കാണുന്നത് ഇന്ത്യയുടെ പിക്ചറിൽ മധ്യപ്രദേശ്. ഇറ്റ് ഈസ് ഓഫൺ കോൾഡ് ദ ഹാർട്ട് ഓഫ് ഇന്ത്യ. ഹാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്? ഈ മധ്യപ്രദേശ്. മധ്യപ്രദേശ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഫോറസ്റ്റ് റിസർവ്സ്. ഫോറസ്റ്റുകൾ ഒരുപാടുള്ളതാണ്. ദ ക്ലൈമറ്റ് ഓഫ് ദിസ് റീജിയൻ ഈസ് ഹോട്ട് ത്രൂ ഔട്ട് ദ ഇയർ. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ഗോൺ ട്രൈബ്സ് ആർ ഇൻഡിജീനിയസ് people and occupied a major part of forest land of central India. അതായത് ഈ ഭാഗത്തൊക്കെ ട്രൈബ്സാണ്, ഈ ഗിരിവർഗക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഈ മലയുടെ മേലെ കാണുന്ന ആദിവാസികളില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ് ഈ മധ്യപ്രദേശിൽ മെയിനായിട്ട് കാണുന്നത്. അത് ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ, ട്രൈബൽ ആൾക്കാർ. ദെൻ ഓക്യുപ്പേഷൻ. ഫാമിംഗ് ഈസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളും സെൻറ്റൻസും മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. ഫാമിംഗ് ഈസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. സം പീപ്പിൾ ഓൾസോ വർക്ക് ഇൻ മൈൻസ്. മൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖനികൾ. ഖനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിനറൽസ് കുഴിക്കാനായിട്ട് വലിയ ആഴത്തിൽ മണ്ണിൽ കുഴി ഉണ്ടാക്കും. കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ടും മഴ കൊണ്ടൊന്നുമല്ല, വലിയ വലിയ മെഷീൻസ് വെച്ചിട്ടാണ് അതിനെ കുഴിക്കുക. അപ്പം അങ്ങനെ ഈ മിനറൽസ് പിന്നെ കുഴിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ വലിയ ഗർത്തങ്ങളെയാണ് ഈ മൈൻസ്, ഖനികൾ എന്ന് പറയുന്നത്. സ്വർണ്ണഖനി, വെള്ളിഖനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സ്വർണം കുഴിച്ചെടുക്കുന്ന ഈ മൈൻസ് സ്വർണത്തിൻ്റെ ഖനികളിൽ നിന്നാണ്. എ ലാർജ് നമ്പർ ഓഫ്, അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യട്ടെ ഈ മൈൻസിലെ, ഖനികളിലെ. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ ദെയർ ഓക്യുപ്പേഷൻസ്. അപ്പം ജോലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജോലി ഖനികളിലാണ് ജോലി. അതായത് ഓരോന്ന് കുഴിച്ചെടുക്കുന്ന ഖനികളിൽ ഇഷ്ടംപോലെ തൊഴിലാളികളുണ്ടാവും. അതാണ് അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ, ഖനികളിൽ ജോലി ചെയ്യുക, ഈ മധ്യപ്രദേശിൻ്റെ ഭാഗത്തുള്ള ആളുകളുടെ. ദെൻ ദ ഡയമണ്ട് മൈൻസ് അറ്റ് പാറ്റ്ന ആർ വെൽ നോൺ. ഡയമണ്ട് വിലപിടിപ്പുള്ള രത്നമാണ് ഡയമണ്ട്. അതൊക്കെ ഈ പാറ്റ്ന എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നു. ദ ന്യൂ ഡയമണ്ട് ഫീൽഡ് ഇൻ ബുണ്ടർഖണ്ഡ് അറ്റ് ബുണ്ടർ ഈസ് ഓൾസോ വെരി പ്രോമിസിങ്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളുടെ പേരാണ്. അവിടെ ഉണ്ടെന്ന് ഈ ഡയമണ്ടിൻ്റെ കാര്യങ്ങൾ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ. നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. അതെല്ലാ ബുദ്ധിമുട്ടുള്ള വേർഡുകളും നിങ്ങളുടെ തലയിൽ ഇങ്ങനെ പിന്നെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. മെയിൻ പോയിൻറ്റ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി. അവിടുത്തെ ഫുഡ്, ഈ മധ്യപ്രദേശിൻ്റെ ഭാഗത്തെ ഫുഡ്, ദ മെയിൻ ഫുഡ് ഓഫ് ദ പീപ്പിൾ വീറ്റ്, റൈസ്, പൾസസ് ആൻഡ് വെജിറ്റബിൾസ്. ഡ്രസ്, മെൻ വിയർ ധോത്തി ആൻഡ് ഷർട്ട്, വെറസ് വിമൺ വിയർ സാരീസ് ആൻഡ് ബ്ലൗസസ്. ഓക്കെ, ഇനി അടുത്ത പാർട്ടാണ് സദേൺ പാർട്ട്. ദ സദേൺ പാർട്ട് ഓഫ് ദ പെനിൻസുലാർ പ്ലാറ്റൂ കൺസിസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ്. നേരത്തെ പറഞ്ഞത് മധ്യപ്രദേശ് ആയിരുന്നു. ഇത് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട്, കേരള ആൻഡ് കർണാടക. ഇതൊക്കെയാണ് ഈ സദേൺ പാർട്ട് ഓഫ് ദ പ്ലാറ്റൂ. പ്ലാറ്റൂവിൻ്റെ സദേൺ പാർട്ടിൽ കാണുന്ന സ്റ്റേറ്റുകൾ. നമ്മളൊക്കെ അതിലാണ് പെടുക. ഈ പെനിൻസുലാർ പ്ലാറ്റൂവിൻ്റെ സദേൺ പാർട്ട്, അടിയിലത്തെ ഭാഗം. ഡെക്കാൻ പ്ലാറ്റൂവിൻ്റെ ഭാഗത്താണ് നമ്മുടെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട്, കേരള, കർണാടക. നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകളാണ് തമിഴ്നാടും കർണാടകയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഈ 3 സ്റ്റേറ്റുകൾ സദേൺ പാർട്ടിലാണ്. ദ ചീഫ് ലാംഗ്വേജസ് ഓഫ് ദിസ് റീജിയൻസ് ആർ തമിഴ്, തെലുങ്ക്, മലയാളം ആൻഡ് കന്നഡ. തമിഴ്, തെലുങ്ക്, മലയാളം ആൻഡ് കന്നഡ. ഈ ഓരോ സ്റ്റേറ്റിൻ്റെ ഓരോ ലാംഗ്വേജുകളാണ്. സ്റ്റേറ്റും ലാംഗ്വേജുകളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവണം. ഇനി ഫുഡ് നമുക്കറിയാം. നമ്മുടെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കർണാടകയിലത്തെയൊക്കെ ഫുഡൊക്കെ നമുക്ക് ഏകദേശം അറിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം. പീപ്പിൾ ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് തെലുങ്കാന ആർ ഫോണ്ട് ഓഫ് സ്പൈസി ഡയറ്റ്. സ്പൈസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എരിവൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഈ ഏലക്കായ, കരയാമ്പൂവ്, അങ്ങനത്തെ സ്പൈസസ് ഇല്ലേ, സുഗന്ധദ്രവ്യങ്ങളാണ് സ്പൈസസ്. കുരുമുളക്, അങ്ങനത്തെ ആ സ്പൈസി ഡയറ്റാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഈ ആന്ധ്രാപ്രദേശുകാർ. പിക്കിൾസ് ആൻഡ് ചട്നി ആർ എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ഡയറ്റ്. പിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറുകൾ, ചട്നി നമുക്കറിയുന്നതാണ്. റൈസ്, ഫിഷ്, ഇഡ്ഡലി ദോശ, സാമ്പാർ ആൻഡ് രസം ആർ ദ മെയിൻ ഡിഷസ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഡിഷസ് ആണ്, നമുക്ക് അറിയുന്നതാണ്. കോക്കനട്ട് ഈസ് യൂസ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് വേയ്സ്
in their food. ഈ മലയാളികളാണ് ഏറ്റവും അധികം കോക്കനട്ട് ഉപയോഗിക്കുക. തേങ്ങാപ്പാലും തേങ്ങ അരച്ചതും ചതച്ചതും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഈ കേരളത്തിലെ ആൾക്കാർ. പിന്നെ ഈ സദേൺ പാർട്ടിലെ സ്റ്റേറ്റുകളിലെ ആൾക്കാരുടെ ഫുഡാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കേരള വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കേരളയുടെ ഫുഡ്. ദെൻ റൈസ്, അപ്പം, ഊത്തപ്പം, ഫിഷ്, ചെട്ടിനാട് ചിക്കൻ ആർ സം ഓഫ് ദ പോപ്പുലർ ഡിഷസ് ഓഫ് തമിഴ്നാട്. ഇത് തമിഴ്നാടിൻ്റെ ഡിഷസ്. ഇത് വായിച്ചാൽ മതി കേട്ടോ. ദെൻ ഡ്രസ്. ഈ ഏരിയയിലുള്ള ആൾക്കാരുടെ ഡ്രസ്സാണ്. മെൻ ജനറലി വിയർ ധോത്തി കുർത്ത ആൻഡ് അംഗവസ്ത്ര, വെറസ് വിമൺ വിയർ സാരീസ് ആൻഡ് ബ്ലൗസസ്. ദെൻ ഒക്യുപ്പേഷൻ. ഈ ഏരിയയിലുള്ള ആൾക്കാരുടെ ഒക്യുപ്പേഷൻ, ജോലി എന്താണ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ കേരള ആർ ഫാമേഴ്സ് ആൻഡ് ഫിഷർമാൻ. കേരളത്തിലെ മെയിനായിട്ട് നോക്കുമ്പോൾ കൃഷിക്കാരും മുക്കുവരുമാണ്, ഫിഷർമാൻ. റൈസ് ഈസ് ദ മെയിൻ ഫുഡ് ക്രോപ്പ് ഓഫ് ദ സ്റ്റേറ്റ്. റൈസാണ് നമ്മുടെ മെയിൻ കൃഷി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് tobacco in India. Tobacco പുകയില. In Karnataka, farmers also grow sugarcane, ragi. ഷുഗർകെയിൻ നമുക്കറിയാം. റാഗി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പിന്നെ പഞ്ഞപ്പുല്ലെന്ന് പറയും. ഈ കടുകുമണി പോലെ ബ്രൗൺ കളറിലിരിക്കും പുല്ലെന്നാണ് പറയുക. റാഗി, കോറ എന്നൊക്കെ പറയും. കോട്ടൺ, നമ്മുടെ പരുത്തി. ദെൻ ഓയിൽ സീഡ്സ് ആൻഡ് ഗ്രൗണ്ട് നട്ട്സ്. ആ ഗ്രൗണ്ട് നട്ട് നമ്മുടെ നിലക്കടല, കപ്പലണ്ടി. അഗ്രികൾച്ചർ ഇസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ തമിഴ്നാട്. റൈസ്, മെയ്സ്, കോട്ടൺ, പൾസസ്, കോഫി, റബ്ബർ ആൻഡ് കാർഡമം. ഏലക്കായ ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ് ഓഫ് ദിസ് റീജിയൻ. ഇതൊക്കെയാണ് അവിടെ. റബ്ബർ, കോഫി, പൾസസ്, കോട്ടൺ, കാർഡമം ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ കൃഷികൾ. ഫെസ്റ്റിവൽസ്. പീപ്പിൾ ഓഫ് പെനിൻസുലർ പ്ലാറ്റു ആർ ഫൗണ്ട് ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ്. കുച്ചിപ്പുടി ഈസ് ദ ഫേമസ് ഡാൻസ് സ്റ്റൈൽ ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ മെയിനാണ് കുച്ചിപ്പുടി. ദെൻ ഉഗഡി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഹിയർ. അപ്പോൾ പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ഫെസ്റ്റിവൽ ഉഗഡി. കുച്ചിപ്പുടിയാണ് അവിടുത്തെ പിന്നെ മെയിൻ ഡാൻസ് ഫോം. ഇതൊന്ന് ജസ്റ്റ് ഇത് രണ്ടൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്തതായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാറ്റ്യൂസിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ്. ഈ പ്ലാറ്റ്യൂസിൽ മെയിനായിട്ട് എന്താ ഉള്ളത്? സൈഡ് ഭാഗത്തൊക്കെ മലനിരകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഈ പ്ലാറ്റ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നു. കാരണം പ്ലാറ്റ്യൂസിന് ചുറ്റും എന്താ ഉള്ളത്? ഈ ഫോറസ്റ്റാണ്. മെഡിസിനൽ പ്ലാന്റ്സ്, ടിമ്പർ, പിന്നെ ഫോറസ്റ്റ് മരങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ വഴിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്ലാറ്റ്യൂസിൻ്റെ ഏരിയ. കാരണം ചുറ്റും മലകളാണ്, നിന്ന് കിട്ടുന്ന ഫോറസ്റ്റ്. അവിടെയൊക്കെ ഫോറസ്റ്റാണ്. മല എന്ന് പറയുമ്പോൾ ഫോറസ്റ്റും റിവേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ സാധനങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മിനറൽസ്. ഈ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗത്താണല്ലോ നമ്മുടെ ഒരു ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗത്തു നിന്നാണ് മിനറൽസ് കുഴിച്ചെടുക്കുന്നത്. അപ്പം മിനറൽസിൻ്റെ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസിന് പറ്റിയ ഏരിയയാണ് ഈ പിന്നെ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗം. അപ്പോൾ പ്ലാറ്റ്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മിനറൽസ്, ഫോറസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ഫോറസ്റ്റും മിനറൽസും ഒക്കെ ഉണ്ട്. മാത്രമല്ല കൃഷി. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഫെർട്ടൈൽ ലാൻഡ്, അതായത് ഈ റിവേഴ്സൊക്കെ ഇങ്ങനെ മണ്ണൊലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള ഏരിയയാണ്. അപ്പോൾ നല്ല നല്ല കൃഷികൾ അവിടെ ഈ പ്ലാറ്റ്യൂസിൻ്റെ ഭാഗത്ത് നടത്താനായിട്ട് പറ്റുന്നു. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. പ്ലീസ് റീഡ് ദ ലെസൺ 5 times and write new words 10 times. Study, answer the following, filling the blanks, etc. Okay.